റീമ ഫ്രം ഫോർച്യൂൺ ഇംഗ്ലീഷ് അക്കാഡമി. ഇന്ന് ഞാൻ പൊസസീവ് കേസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രൊനൗൺസിൻ്റെ പൊസസീവ് കേസ്. എന്താ പൊസസീവ് കേസ് എന്ന് പറഞ്ഞാൽ? ഓണർഷിപ്പിനെയാണ് പൊസസീവ് എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത്. പൊസസീവ് എന്ന് വെച്ചാൽ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ എന്ന് പറയുന്നതാണ് പൊസസീവ് കേസ്. ഇപ്പോൾ നമ്മൾ അവൻ്റെ, അവളുടെ, എൻ്റെ, നമ്മുടെ എന്നൊക്കെ പറയില്ല. അപ്പോൾ ഒരാളുടെ എന്നുള്ളതാണ് പൊസസീവ് കേസ്. പ്രൊനൗണിൻ്റെ ഒരു കേസാണ് ഹിസ് എന്നോ ഹെർ എന്നോ അവേഴ്സ്, ദെയേഴ്സ്, മൈൻ, യോഴ്സ് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നോർമലി പ്രൊനൗണിനാണ് പൊസസീവ് കേസ്. പ്രൊനൗൺ അല്ലാതെ നൗൺസിനും ഇതുപോലെ തന്നെ പൊസസീവ് കേസ് ഉണ്ട്. അതായത് ഒരാളുടെ എന്ന് പറയുന്ന കുറച്ച് എക്സാമ്പിൾസ്. അപ്പോൾ ഈ പൊസസീവ് കേസ് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? അപ്പോൾ അതിന് കുറച്ച് കേസസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് വൺ, ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ പറയണം സോനുവിൻ്റെ സിസ്റ്റർ. അങ്ങനെ നമുക്ക് പറയണമെങ്കിൽ സോനുവിൻ്റെ സിസ്റ്റർ ഒരാളുടെ നെയിം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്താൽ മതി. സോനുവിൻ്റെ എന്ന്, അപ്പോഴാണ് അതിൻ്റെ മീനിങ് കറക്റ്റ് ആവുന്നത്. അപ്പോൾ സോനുവിൻ്റെ സിസ്റ്റർ എന്ന് പറയണമെങ്കിൽ ആ നെയിമിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്യുക. സോനൂസ് സിസ്റ്റർ. അടുത്തതോ റോയിയുടെ ബുക്ക്. റോയിയുടെ പേരാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്യുക. റോയ്സ് ബുക്ക്. അടുത്തതോ പ്രൈം മിനിസ്റ്റേഴ്സ് ബോഡി ഗാർഡ്. അപ്പോൾ പ്രൈം മിനിസ്റ്ററിൻ്റെ ബോഡി ഗാർഡ്. അപ്പോൾ ഒരാളുടെ എന്ന് കാണിക്കണമെങ്കിൽ നെയിം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്താൽ മതി. ഇനി അടുത്ത കേസ് പറയാം. ചില സമയത്ത് എസ്സിലായിരിക്കും നെയിം എൻഡ് ചെയ്യുന്നത്. ഇത് ശ്രദ്ധിച്ചോ? എസ്സിലായിരിക്കും എൻഡിങ് നെയിം. അപ്പോൾ നെയിം എൻഡ് ചെയ്യുന്നത് എസ്സിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്പോസ്ട്രോഫി എസ് എന്ന് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ എസ് കഴിഞ്ഞ് ഒരു അപ്പോസ്ട്രോഫി കൊടുത്താൽ മതി. കണ്ടോ? ജീസസ് ലവ്, ഈശോയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ എസ്സിൽ എൻഡ് ചെയ്യുന്ന നെയിംസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പൊസസീവ് കാണിക്കണമെങ്കിൽ ആ എസ് കഴിഞ്ഞ് ഒരു അപ്പോസ്ട്രോഫി മാത്രം കൊടുത്താൽ മതി. സിമിലർലി തോമസ് പെൻ, തോമസിൻ്റെ പെൻ എന്നാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ആ എസ് കഴിഞ്ഞ് അപ്പോസ്ട്രോഫി കൊടുക്കാം. അടുത്തത് ഫോർ ഗുഡ്നെസ് സേക്ക്, ഫോർ ഹെവൻ സേക്ക് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, നല്ലതിന് വേണ്ടി. അപ്പോൾ ഇവിടെയും നല്ലതിന്, നല്ലതിൻ്റെ എന്നൊക്കെയാണ് പറയുന്നത്. സോ ഫോർ ഗുഡ്നെസ് എന്ന് പറയുമ്പം ഈ എസ് കഴിഞ്ഞ് അപ്പോസ്ട്രോഫി. അപ്പോൾ ഈ രണ്ട് കേസസും ക്ലിയറായി ഞാൻ വിശ്വസിക്കുന്നു. നോർമൽ ഒരു നെയിം തന്നിട്ട് ആ ആളുടെ എന്ന് കാണിക്കണമെങ്കിൽ അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്യുക. പക്ഷെ ഓൾറെഡി എസ്സിലാണ് ആ നെയിം എൻഡ് ചെയ്യുന്നതെങ്കിൽ അപ്പോസ്ട്രോഫി മാത്രം ലാസ്റ്റിൽ ആഡ് ചെയ്യുക. ഇനി അടുത്ത കേസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. തേർഡ് കേസ്, കോമ്പൗണ്ട് നൗൺ. കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ കൂടുതൽ വേർഡ്സ് കാണും. അത് ഹൈഫൻ വെച്ചായിരിക്കും സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ കോമ്പൗണ്ട് നൗൺ എന്നാണ് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ട് നൗൺ ആണെങ്കിൽ അതിന് നമുക്ക് പൊസസീവ് കേസ് കാണിക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം. കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വേർഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മദർ ഇൻ ലോ. അപ്പോൾ നോക്കിക്കേ, 3 വേർഡ്സ് ഉണ്ട്, ഹൈഫൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് കോമ്പൗണ്ട് നൗൺ. ഇനി ഈ മദർ ഇൻ ലോ, മദർ ഇൻ ലോയുടെ എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഇപ്പോൾ ഈ എക്സാമ്പിൾ തന്നിരിക്കുന്നത് മദർ ഇൻ ലോയുടെ വീട് എന്നാണ്. അപ്പോൾ കോമ്പൗണ്ട് നൗൺ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് വേർഡിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ കോമ്പൗണ്ട് നൗൺ ആണെങ്കിൽ അപ്പോസ്ട്രോഫി എസ് എവിടെ ആഡ് ചെയ്യണം? ടു ദ ലാസ്റ്റ് ടേം. ലാസ്റ്റ് കിടക്കുന്ന വേർഡിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്യാം. അപ്പം നോക്കിക്കേ, മദർ ഇൻ ലോസ്, മദർ ഇൻ ലോസ് ഹൗസ്, മദർ ഇൻ ലോയുടെ ഹൗസ്. അപ്പോൾ ലാസ്റ്റ് വേർഡിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്യാം. അടുത്തതോ കമാൻഡർ ഇൻ ചീഫ്. ലാസ്റ്റ് വേർഡിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്യുക. കമാൻഡർ ഇൻ ചീഫ്സ് ഓർഡർ. നെക്സ്റ്റ് ബ്രദർ ഇൻ ലോ. ബ്രദർ ഇൻ ലോയുടെ കാർ എന്നാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ലാസ്റ്റ് വേർഡിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്യുക. സോ കോമ്പൗണ്ട് നൗൺ വളരെ എളുപ്പമാണ്. ലാസ്റ്റ് വേർഡ് ഏതാ നോക്കുക, അതിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്യുക. നെക്സ്റ്റ് കേസ് നോക്കിക്കേ, 4 സെൻറ്റൻസസ് ഞാൻ തന്നിട്ടുണ്ട്. പീറ്റർ ആൻഡ് മിലൻസ് ബുക്ക്, മേഘ ആൻഡ് സാംസ് ഷോപ്പ്, കീറ്റ്സ് ആൻഡ് ഷെല്ലീസ് പോയംസ്, റാണാസ് ആൻഡ് ഗോവിൻസ് പെൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ 2 കേസ് ഇവിടെ കണ്ടോ, 2 സബ്ജക്ട്സ് ഉണ്ട്, 2 പേരുടെ കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഞാൻ രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ അപ്പോസ്ട്രോഫി എസ് കാണുമ്പോൾ തന്നെ ഓർത്തോണം ഓണർഷിപ്പ് അല്ലെങ്കിൽ പൊസസീവ് കേസാണ്. ഇനി
രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഞാൻ അപ്പോസ്ട്രോഫി എസ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് ഇത് ആ രണ്ട് സബ്ജക്ട്സിനും കൂടെ കോമൺ എന്നാണ്. ഒന്നുകൂടെയും പറയാം, രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ കൂടെ, രണ്ടാമത്തെ ആളുടെ കൂടെയാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ എന്താണോ തന്നിരിക്കുന്നത് ആ രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് അപ്പോസ്ട്രോഫി എസ് കൊടുക്കുന്നതെങ്കിൽ ഇത് രണ്ട് പേർക്കും, രണ്ട് സബ്ജക്ട്സിനും കൂടെ കോമൺ ആണ്. അപ്പോൾ ഈ ആദ്യത്തെ എക്സാമ്പിളിൻ്റെ മീനിങ് എന്താ? പീറ്റർ ആൻഡ് മിലൻസ് ബുക്ക്, അതായത് പീറ്ററിനും മിലനും കൂടി ഒറ്റ ബുക്കേ ഉള്ളൂ. അപ്പോൾ ഒരേ ഒരു ബുക്കേ ഉള്ളൂ, രണ്ട് പേർക്കും കൂടി, രണ്ട് പേർ കൂടെ ചേർന്ന് ഒറ്റ ബുക്ക്. അടുത്തതോ മേഘ ആൻഡ് സാംസ് ഷോപ്പ്, ഒറ്റ ഷോപ്പേ ഉള്ളൂ, രണ്ട് പേർക്കൂടെ ചേർന്ന് ഒറ്റ ഷോപ്പ്. അപ്പോൾ എപ്പോഴേലും നമുക്ക് രണ്ട് പേരുണ്ട്, രണ്ട് പേരുടെയും കൂടെ എന്ന് കാണിക്കണമെങ്കിൽ ആ അവസാനത്തെ സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രം അപ്പോസ്ട്രോഫി എസ് കൊടുക്കുക. നമ്മൾ കോമ്പൗണ്ട് നൗൺ പറഞ്ഞ പോലെ തന്നെ അവിടെ ലാസ്റ്റ് ടേമിനല്ലേ അപ്പോസ്ട്രോഫി എസ്, ഇവിടെ അതുപോലെ തന്നെ രണ്ട് സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് സബ്ജക്റ്റ്, സെക്കൻഡ് സബ്ജക്റ്റിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി എസ്. ഇനി നോക്കിക്കേ, അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ, കീറ്റ്സ് ആൻഡ് ഷെല്ലീസ് പോയംസ്. ഇവിടെ കണ്ടോ, കീറ്റിൻ്റെ കൂടെയും അപ്പോസ്ട്രോഫി എസ്, ഷെല്ലിയുടെ കൂടെയും അപ്പോസ്ട്രോഫി എസ്. അപ്പോൾ രണ്ട് സബ്ജക്ട്സിനും അപ്പോസ്ട്രോഫി എസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് കീറ്റിൻ്റെ പോയം, അടുത്തത് ഷെല്ലിയുടെ വേറൊരു പോയം. അപ്പോൾ രണ്ട് പേർക്കും സെപ്പറേറ്റ് പോയംസ് ആണ്. അപ്പോൾ രണ്ട് പേരെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അപ്പോസ്ട്രോഫി എസ് കൊടുക്കുക. അപ്പോൾ രണ്ട് പേർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയംസ് ആണ്. ഇത് തന്നെയാണ് അടുത്തത്, റാണാസ് ആൻഡ് ഗോവിന്ദ്സ് പെൻസ്. അപ്പോൾ റാണയ്ക്കുണ്ടൊരു പെൻ, ഗോവിന്ദനുണ്ട് വേറെ പെൻ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് സബ്ജക്ട്സിന് അപ്പോസ്ട്രോഫി എസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് രണ്ട് പേർക്കും സെപ്പറേറ്റ് ആയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ടേബിൾസ് ലെഗ്സ്, ബുക്സ് കവർ, പെൻസ് ഇങ്ക്. ഈ ടേബിൾ, ബുക്ക്, പെൻ ഇതൊക്കെ നോൺ ലിവിങ് അല്ലേ? അപ്പോൾ ഒരു നോൺ ലിവിങ് ആയിട്ടുള്ളൊരു സാധനമാണെങ്കിൽ അതിൻ്റെ എന്നെങ്ങനെയാണ് പറയുന്നത്? ഇത് കറക്റ്റ് ആണോ? അല്ല. നോൺ ലിവിങ് ആയിട്ടുള്ളതിന് എന്തെങ്കിലും നോൺ ലിവിങ് ആണെങ്കിൽ അതിന് നമ്മൾ ഈ പൊസസീവ് കേസ് പറയില്ല ഇൻ ദ സെൻസ് ഇങ്ങനെ അപ്പോസ്ട്രോഫി എസ് വെച്ചല്ല പറയുന്നത്. അപ്പോൾ ടേബിൾസ് ലെഗ്സ് എന്ന് പറയാൻ പറ്റില്ല, ബുക്സ് കവർ തെറ്റാണ്, പെൻസ് ഇങ്ക് അങ്ങനെയും പറയാൻ പറ്റില്ല. അപ്പം നോൺ ലിവിങ്ങിന് ഒരിക്കലും പൊസസീവ് കാണിക്കാനായിട്ട് അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യരുത്. പിന്നെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം? ഓഫ് വെച്ചാണ് നോൺ ലിവിങ്ങിൻ്റെ പൊസസീവ് കേസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ടേബിൾസ് ലെഗ്സിന് പകരം ദ ലെഗ്സ് ഓഫ് ദ ടേബിൾ എന്ന് വേണം. അപ്പോഴാണ് ടേബിളിൻ്റെ ലെഗ്സ് എന്ന് മീൻ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴേലും നോൺ ലിവിങ്ങിൻ്റെ ആണ് നമുക്ക് പൊസസീവ് കേസ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ ഓഫ് വെച്ച് വേണം സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ. അടുത്തത് ബുക്സ് കവർ എന്ന് പറയാൻ പറ്റില്ല, പിന്നെയോ ദ കവർ ഓഫ് എ ബുക്ക്. അതുപോലെ പെൻസ് ഇങ്ക് അല്ല, പിന്നെ ദി ഇങ്ക് ഓഫ് എ പെൻ. അപ്പോൾ ഓഫ് വെച്ചാണ് നോൺ ലിവിങ്ങിൻ്റെ പൊസസീവ് കേസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. So thank you all. Do like, share and subscribe our channel.